ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മോനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ നാത്തൂനാണ് കേട്ടോ വണ്ടിയായിട്ട് വന്നിരിക്കണത്. ഞങ്ങളെ വണ്ടി ബാംഗ്ലൂരാണ്. അപ്പോൾ നാത്തൂനോട് വീട്ടിലത്തെ വണ്ടിയായിട്ട് വരാൻ പറഞ്ഞിട്ട് ഓള് വണ്ടിയായിട്ട് വന്നിടോ. അപ്പോൾ ഓളെ കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യിപ്പിച്ചു തന്നിട്ട് എൻ്റെ മാപ്പിള ബാക്കിൽ കാലും കയറ്റിയിരിക്കണ ആൾ. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി പോകുന്നത് ഞങ്ങൾ വൈക്കുന്ന ഓന് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഓന് ഷവർമ്മ വേണമെന്ന് പറഞ്ഞാണ്ട് അത് വാങ്ങിച്ചാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഓള് കൂട്ടത്തിൽ മുട്ടായി ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ അതാ ഓനൊരു പ്ലേറ്റ് ഷവർമയും മക്കൾക്ക് രണ്ടാക്കും ഓരോ റോളും വാങ്ങിച്ചിട്ടോ. അപ്പോൾ അത് വണ്ടിയിൽ തന്നെ ഇരുന്നുങ്ങാണ്ട് കഴിക്കുകയാണ്. ഓൻ ഹോസ്റ്റലിലേക്ക് എത്തുന്നതിന് മുന്നേ കഴിക്കണം. ഞങ്ങൾ പിന്നെ തിരിച്ചു വരുമ്പോൾ കഴിക്കാൻ വിചാരിച്ചങ്ങാണ്ട് അങ്ങനെ അതാ മുട്ടായി ഒക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിങ്ങാണ്ട് അങ്ങനെ പോരുകയാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ മോള് നാത്തൂൻ്റെ മോക്ക് പിന്നെ എക്സാം ഉണ്ട്. അപ്പോൾ ഓൾ അതിന് വേണ്ടിയിട്ടുള്ള പെന്നും പുസ്തകവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയിലിരുന്ന് ഓളത് പഠിക്കണമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ ഞങ്ങളത് അവൻ്റെ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ട് അപ്പോൾ ഒക്കെ മഗ്‌രിബിസ്കാരത്തിന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഓലൊക്കെ വരാൻ വേണ്ടി ഇങ്ങോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മാഷ്മാർ വന്നെങ്കിലല്ലേ നമുക്ക് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അതാ പള്ളി പിരിഞ്ഞ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓനിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ഓനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോ പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ചെറിയോൻ്റെ സ്നേഹപ്രകടനമാണ് കേട്ടോ ആ കാണുന്നത്. ഓന് പോകാൻ അറിയുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണെന്നുണ്ടെങ്കിലോ രണ്ടാളും കീരിയും പാമ്പുമാണ് കേട്ടോ. എന്നാൽ ഒരാളാണ് പോകുക പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ ചെറിയോന്. പിന്നെ ഓൻ്റെ ഉമ്മൊടുക്കലും ഇതൊന്നും കജ്ജനില്ല കേട്ടോ. അങ്ങനെ അതാ ഓനെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചങ്ങാണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്നപ്പോൾ വണ്ടി ഓട്ടാറുണ്ട്. പിന്നെ ആൾ വണ്ടി ഓട്ടിയില്ല കേട്ടോ. അപ്പോഴും ഓൾ തന്നെയാണ് ഓട്ടിക്കണത്. നാത്തൂൻ തന്നെയാണ്. ഒക്കെ ലൈസൻസും കാര്യമൊക്കെ ഉണ്ട്. എന്നാലും എക്സ്പേർട്ട് ഡ്രൈവർ തന്നെയാണ് ആൾ, കുഴപ്പമില്ല. പിന്നെ ഞങ്ങളിത് അലനല്ലൂർ അല്ല കോട്ടോപ്പാടം കോർണിച്ച് കഫിയിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് കോർണിച്ച് കഫിക്ക് കയറാൻ വേണ്ടി ഇങ്ങോട്ട് നിൽക്കാം കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി പോന്നും കൊണ്ട് നിൽക്കണം. അപ്പോൾ വന്നിരിക്കാൻ ആൾക്ക് മുട്ടായും കാര്യമാണെന്ന് പറഞ്ഞിട്ടാ മുന്നിൽ പായണത്. പിന്നെ ഇവർ രണ്ടാളും ഒരു മിറർ കണ്ടാവൂല, രണ്ടാളും ഒഴിവാക്കൂല കേട്ടോ. അതിൻ്റെ മുന്നിൽ ഇതാ ഫോണും തൂക്കി പിടിച്ച് പോലെ ഉണ്ടാവും. പിന്നെ ഞാനും ഇതിൻ്റെ ബാക്കിലൊന്ന് വന്ന് നിന്നിട്ടോ. നമ്മളും പിന്നെ ഫോട്ടോ എടുക്കണ കാണുമ്പോൾ വെറുതെ വിടൂലല്ലോ, നമ്മളൊന്ന് നിൽക്കൂലേ. പിന്നെ അതാ ഞങ്ങൾ ഇവിടെ വന്നാൽ എപ്പോഴും ഞങ്ങൾ ഇതിലാണ് കേട്ടോ ഇരിക്കൽ. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പ്രൈവസിയാണ് ഇവിടെ ഇരിക്കാൻ. കാരണം നമുക്ക് മക്കൾക്ക് കളിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇരുത്തത്തിനും ഒക്കെ ഒരു ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരിത് ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങളിതാ പിന്നെ ഷവായിയും പിന്നെ അവിടുത്തെ അഫ്ഗാനി റൈസും പറഞ്ഞിട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നെ അതിക്കുള്ള റൊട്ടിയും കാര്യങ്ങളും കുബൂസും അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ഞാൻ പിന്നെ എപ്പോൾ വന്നാലും ലെഗ് പീസായിട്ട് എടുക്കുക. ഞാൻ എടുക്കണതിൻ്റെ മുന്നേ ആൾ കൈയിട്ടുങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. ഒരു നുള്ളിട്ടാ പറഞ്ഞങ്ങാണ്ട് ഒരു റൊട്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പൊടി ചോറ് ഇട്ടാണ് ഞാൻ ഇടുന്നതിൻ്റെ മുന്നേ ഓല തന്നെ കൈ കൊണ്ട് എടുത്താണ് കണ്ടത്. അങ്ങനെ അതാ ഇവളും എല്ലാവരും ഭക്ഷണം കഴിച്ചും കൊണ്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇവർ ഫോണിൽ എന്തോ ഒരു ആപ്പ് ഉണ്ടല്ലോ, അതിൽ ചോദിക്കണം ആരാണ് ഫുഡിൻ്റെ പൈസ കെട്ടേണ്ടതെന്നൊക്കെ കേട്ടോ ചോദിച്ചങ്ങാണ്ട് ഇരിക്കണത്. പോല് ആര് പറഞ്ഞാലും എന്താ കെട്ടേണ്ടത്, അതിൻ്റെ ആരാണൊപ്പം ഗൃഹനാഥൻ നിച്ചോൻ തന്നെയല്ലേ കെട്ടേണ്ടത്. അപ്പം പിന്നെ ഒരു വട്ടം പിന്നെ എന്താ ജാപ് ടിപിയോ എന്തോന്ന് ചോദിച്ചെടുക്കണ പോലും. അത് ആദ്യം പറഞ്ഞത് എൻ്റെ പേരാണ് കേട്ടോ, അല്ല എൻ്റെ മാപ്പിളുടെ പേര് പറഞ്ഞു. പിന്നെ എൻ്റെ പേര് പറഞ്ഞു കേട്ടോ. ആര് പറഞ്ഞാലും ഒരാളല്ലേ കെട്ടുക. ബില്ല് വന്നിട്ട് ഇതാ പിന്നെ ഓനെ ബില്ല് എടുത്തങ്ങാണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കണം താത്താക്കി എത്ര ബില്ല് വന്നു എന്ന് ചോദിച്ചപ്പോൾ 10 ഉറുപ്പ്യന്ന്. ഓനറിയണ സംഖ്യ 10ആണ്. അപ്പോൾ ഓൻ അതാണ് കേട്ടോ പറഞ്ഞു കൊടുക്കണേ ബില്ലും കൈ പിടിച്ച്. പിന്നെ അത് അവിടുന്ന് ഞങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. പിന്നെ രണ്ടാളും ചെരുപ്പിന് തല്ലാണ് കേട്ടോ. രണ്ടാളും ഒരേ ഐറ്റം ചെരുപ്പാട്ട് ഇട്ടിക്കണം. അപ്പോൾ ഇജ്ജിട്ടതല്ല അത് ഇന്ത്യയുടെ മറ്റേതാണ് പറഞ്ഞു. ഒരു രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എടുക്കുകയാണ്. പിന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോന്നു കേട്ടോ ഞങ്ങൾ. പിന്നെ അങ്ങനെ പോകുന്ന വണ്ടിക്ക് പോരാൻ വേണ്ടി കയറി വെക്കുമ്പോൾ ഓൻ എന്താണെങ്കിലും ഐസ് വേണം. ഓൻ ഐസ് ഇല്ലാതെ പോരൂല. അങ്ങനെ അതാ ഓൽക്ക് രണ്ടാക്കും ഓന് ചോക്കോബാറും ഇമ്പൊക്കെ ഒരു സ്ട്രോബെറിൻ്റെ ഐസും അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഓളൊരു പിന്നെ കുനാഫ ചോക്ലേറ്റും അതും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറാൻ വേണ്ടി പോകുന്നു. വണ്ടി കയറി രണ്ടാളും ഇത് ഐസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിച്ചാൽ ഓക്കെ ബൈ.